നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പുത്തഞ്ചിറയിലെ 4 കുടുംബങ്ങൾ. പുത്തഞ്ചിറ കൃഷിഭവന് സമീപമുള്ള വീട്ടുകാരാണ് ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങി. സൗത്ത് ജംഗ്ഷനിൽ നിന്ന് 150 മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് പുലിയെ കണ്ടത്. നന്ദിപുരത്ത് കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നന്ദിപുരം വെളിയത്തുപറമ്പിൽ രാജന്റെ മകൻ 25 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പുത്തഞ്ചിറയിലെ 4 കുടുംബങ്ങൾ. പുത്തഞ്ചിറ കൃഷിഭവന് സമീപമുള്ള വീട്ടുകാരാണ് ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. ജലനിധിയുടെ ടാങ്കിന് സമീപമാണ് വെള്ളം ലഭിക്കാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നതെന്നാണ് വിചിത്രമായ വസ്തുത. മന്ത്രി, കളക്ടർ എന്നിവർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടും തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് മാസങ്ങളായി ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നാണ് വീട്ടുകാരുടെ പരാതി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന് സമീപം താമസിക്കുന്ന മഞ്ഞല റംല, നടുമുറി മണി, പണ്ടാരി സജീവൻ, നടുമുറി സനിൽ എന്നിവരുടെ കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. ക്യാൻസർ രോഗിയായ മഞ്ഞന അബ്ദുൽ ഖാദർ ഭാര്യ റംല മാസങ്ങൾക്ക് മുൻപ് അദാലത്തിൽ മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായി നടപടികളായില്ലെന്ന് പറയുന്നു. 10 വർഷം മുതൽ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തുടങ്ങി ഞാനിപ്പോൾ ഒരു ക്യാൻസർ രോഗിയായിട്ട് എനിക്കിപ്പോൾ വെള്ളം എവിടെ നിന്നും കിട്ടാൻ നിവൃത്തിയില്ല. അങ്ങനെയാണ് ഞാൻ ഡിസംബർ 17-ാം തീയതിയുള്ള മുകുന്ദപുരം താലൂക്കിലെ അദാലത്തിന് പോയിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് പേപ്പറൊക്കെ കിട്ടി. അവിടെ നിന്ന് പേപ്പർ കിട്ടി. പഞ്ചായത്തിൽ 2-3 മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ കളക്ടറേറ്റിലേക്ക് പേപ്പർ കൊടുത്ത് ഞങ്ങളെക്കൊണ്ടാകാവുന്നത് ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള പ്രശ്നം. ഞങ്ങളിപ്പോൾ ഇവിടെ 5-6 വീട്ടുകാർ ഒരുമിച്ച് താമസിക്കുന്നതാണ്. എല്ലാവർക്കും കിണറ്റിലെ വെള്ളമൊക്കെ പറ്റി തുടങ്ങി. ഞങ്ങൾക്കും കിണർ ആകെ പറ്റിപ്പോകും. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്ന് എത്ര കാലം വേനൽപ്പാൽ കഴിച്ച് കൂട്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തുടങ്ങി എനിക്ക് തീരെ വയ്യാത്ത കാരണമാണ് ഞാൻ അദാലത്തിൽ പങ്കെടുക്കാൻ പോയത്. എന്നിട്ടും എനിക്ക് ഇതേവരെ ഒരു നീതി അവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇവരുടെ കിണർ വറ്റി വരണ്ട് കിടക്കുകയാണ്. പണ്ടാരിൽ സജീവന് കിണർ പോലുമില്ല. 4 കുടുംബങ്ങൾക്കും വഴിത്തർക്ക പ്രശ്നം മൂലം കുടിവെള്ള കണക്ഷൻ എടുക്കാനും കഴിയുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇവിടെ 5-6 വീട്ടുകാരുണ്ട്. അവർക്കൊന്നും കുടിക്കാനായിട്ട് വെള്ളവും ഇല്ല. ആകെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ വാട്ടർ ടാങ്ക് ഉദ്ഘാടനം ചെയ്ത് അന്ന് 2000 രൂപ വെച്ച് അടച്ച ആൾക്കാരാണ് പൈസ. അന്ന് വെള്ളം എടുക്കാൻ പോയപ്പോൾ സമ്മതിച്ചില്ല. അന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ട് ഒന്നും നടന്നില്ല. ഇപ്പോഴും ഇവൻ്റെ ആണ് വഴിയെന്നും പറഞ്ഞങ്ങാറ്റ് ഇവൻ ശ്രീധരൻ നടുമുറി എന്ന ആളുടെ വഴിയിൽ നിന്നാണെന്നും പറഞ്ഞങ്ങാറ്റ് നടക്കുന്നത്. ഞങ്ങൾ എൻ്റെ ബഹുമാനായ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുത്തു. അങ്ങനെ കളക്ടറേറ്റിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ഒരു ഓർഡർ വന്നു. ആ പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നു. ഈ ശ്രീധരൻ എന്ന പറഞ്ഞ ആളും വന്നു. അപ്പോൾ അവൻ അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ എൻ്റെ കാര്യം നോക്കി കേസിന് പൊക്കാണ്ടെന്നും പറഞ്ഞങ്ങാറ്റ് അവിടുന്ന് എഴുന്നേറ്റ് പോയി. പിന്നെ തിരിച്ച് ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ അവൻ ഞങ്ങളെ വെല്ലുവിളിച്ച്, നീ കളക്ടറെ കാട്ടി പേടിപ്പിക്കേണ്ട, മന്ത്രി ബിന്ദുവിനെയും കാട്ടി പേടിപ്പിക്കേണ്ട, അതിലും വലിയ ആൾ അവൻ്റെ കയ്യിലുണ്ട്, സുപ്രീം കോടതിയിലടക്കം പോകുമെന്ന് പറഞ്ഞ് വെള്ളത്തിന് നിനക്ക് തരാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഓൻ പറഞ്ഞു നടക്കുന്നത്. പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് കറണ്ട് എടുക്കാനായിട്ട് ഇപ്പം സമ്മതിച്ചില്ല. എന്നിട്ട് 75 വയസ്സായ മണിച്ചേച്ചിനെ കുറേ ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. വെള്ളവും വെളിച്ചവും ഓരോ കുടുംബങ്ങൾക്കും ലഭ്യമാക്കുക എന്നത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ പല ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഈ വീട്ടുകാരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് അധികൃതരുടെ അനാസ്ഥയെന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. മീഡിയ ടൈം, മാള. ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങി. പുലി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. സൗത്ത് ജംഗ്ഷനിൽ നിന്ന് 150 മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് പുലിയെ കണ്ടത്. 24 തിങ്കളാഴ്ച പുലർച്ചെയുള്ള സമയത്താണ് CCTVയിൽ പുലിയുടെ ദൃശ്യം കണ്ടത്. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഐനിക്കാട്ടുമഠത്തിൽ അഡ്വക്കേറ്റ് രാമനാരായണന്റെ വീട്ടിലെ CCTV ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നന്ദിപുരത്ത് കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നന്ദിപുരം വെളിയത്തുപറമ്പിൽ രാജന്റെ മകൻ 25 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയാണ് നന്ദിപുരം പാറക്കടവിൽ ശ്രീരാഗിനെ കാണാതായത്.
എറണാകുളത്തെ സ്വകാര്യ ലിഫ്റ്റ് കമ്പനിയിലെ ടെക്നീഷ്യനായ ശ്രീരാഗ് ജോലി കഴിഞ്ഞ് ഇന്നലെ വീട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശ്രീരാഗിന്റെ ബൈക്കും ബാഗും വീടിന് സമീപത്തെ ക്ഷേത്രത്തിനരികിൽ നിന്നും ഷൂ പുഴക്കടവിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ബുധനാഴ്ച രാവിലെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ വേതന വർധന ആവശ്യം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി A. അർഷഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്ക് മുമ്പിലും ഈ സമയം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ധർണ നടക്കുകയാണ്. ഈ ധർണയ്ക്ക് ആധാരമായ ഇവിടെ സ്വാഗത പ്രസംഗകരും അധ്യക്ഷന് സൂചിപ്പിച്ചു. കഴിഞ്ഞ 45 ദിവസമായി 1.5 മാസക്കാലമായി വെയിലത്തും മഴയത്തും നിന്നുകൊണ്ട് കേരളത്തിലെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരം ഒരു ജനാധിപത്യ സർക്കാർ ആണെങ്കിൽ അവരെ വിളിച്ച് അത് ചർച്ച ചെയ്യുവാനോ അത് ഒത്തുതീർപ്പാക്കുവാനോ അവരുടെ ന്യായമായ പ്രശ്നങ്ങൾ ഒന്ന് പരിശോധിക്കാനെങ്കിലും ഒരു അവസരം കൊടുക്കാതെ ഇവിടെ സൂചിപ്പിച്ച പോലെ ദിവസം ചെല്ലുന്തോറും അവരെ കളിയാക്കുന്ന സ്വഭാവത്തിലേക്ക് അത് ആവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സോയി കോലഞ്ചേരി, TK ജിനേഷ്, ജിയോ കുടിയൻ, ജോയ് ചാക്കോള, സേവ്യർ കാരാട്ട്, കരീം മഞ്ഞൾവൽപ്പിൽ, NK സൈഫുദ്ദീൻ, സൈമൻ കളപ്പുരയ്ക്കൽ, ലിയോ കുടിയൻ, സലാം ചൊവ്വര, ഷാജു കുന്നത്തോളി, ഷീല ജോസ്, ഷേർലി ജോയ്, KR പ്രേമ, അമ്പിളി സജീവ്, ശാന്ത ഗോപാലൻ, മാഗി ജോസ്, ഷൈനി റാഫേൽ എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്നമനട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും ദിവസങ്ങളായി ആശാപ്രവർത്തകരുടെ സമരം നടക്കുമ്പോൾ ആ സമരത്തോടെ സർക്കാർ ഐക്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ആ സമരത്തെ തകർക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളുമായി കടന്നു പോകുന്ന സമയത്ത് കേരളത്തിലെ ആശാ വർക്കർമാരായ ആരോഗ്യ മേഖലയിൽ സുദീർഘമായ സേവനം നടത്തിക്കൊണ്ട് കടന്നു പോകുന്ന തുച്ഛമായ വേതനത്തിന്റെ പേരിൽ മാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവരോട് ഐക്യപ്പെടുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഇന്നിവിടെ ഒരു ധർണ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സമരത്തിൽ പങ്കെടുക്കുന്ന ആശാപ്രവർത്തകരുടെ എണ്ണത്തിന്റെ ബാഹുല്യത്തിലല്ല, അല്ലെങ്കിൽ കേരളത്തിലെമ്പാടുമുള്ള ആശാപ്രവർത്തകരുടെ ആകമാനം എണ്ണമെടുത്ത് പരിശോധിച്ചാൽ തന്നെ 25,000-ൽ പരം വരുന്ന ആളുകൾ മാത്രമാണ് ആശാപ്രവർത്തകരായി വർക്ക് ചെയ്യുന്നത്. അതിൽ ആ സമരവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന 400-500 വരുന്ന ആശാപ്രവർത്തകരുടെ എണ്ണത്തിലല്ല ഈ സമരം പ്രസക്തമാകുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK തിലകൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, VA അബ്ദുൽ കരീം, ഡേവിസ് കുര്യൻ, CK ഷിജു, SK ഹാരിസ്, സുനിത സജീവൻ, ആനി ആൻഡു തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചുള്ള വയോജനങ്ങൾക്ക് എല്ലാ വർഷവും നമ്മൾ പഞ്ചായത്തിൽ വയോജന സംഗമം നടത്താറുണ്ട്. അപ്പോൾ ഈ തവണ ഇന്നിവിടെ വന്നതിൽ ഒട്ടനവധി വയോജന സംഗമത്തിന് കാണാത്ത കുറച്ച് പുതുമുഖങ്ങളായിട്ട് കാണുന്നുണ്ട്. പഞ്ചായത്ത് നടത്തുന്ന വയോജന സംഗമം എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ നടത്താറ്. കലാപരിപാടികളും അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പും മരുന്നുകളടക്കമുള്ള മെഡിക്കൽ ക്യാമ്പും മറ്റുള്ള കണ്ണ് പരിശോധന ക്യാമ്പും വേണ്ടിയിട്ട് നടത്താറുണ്ട്. പക്ഷേ പലരും തന്നെ എത്താറില്ല. കഴിഞ്ഞ തവണ എത്തിയത് 600-700 പേരാണ്. നമ്മുടെ പഞ്ചായത്തിൽ 2000-ഓളം 4000-ഓളം വയോജനങ്ങളുള്ള പഞ്ചായത്തിൽ എത്തുന്നത് 4-1 ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ കുടുംബശ്രീ സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾ എത്തിയതിന് പ്രത്യേകം നമ്മുടെ കാരണവന്മാരായ നിങ്ങളെ അഭിനന്ദിക്കുന്നു. CDS ചെയർപേഴ്സൺ ബിജി സാജു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രജനി മനോജ്, പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കുമാർ, ബിജി വിൽസൺ, സേതുമോൻ ചിറ്റേത്ത്, റോസ്മേരി രാജു എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി വരദനാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കെടാവിളക്ക് സമർപ്പണം നടന്നു. ആളൂപ്പറമ്പിൽ ശ്രീകുമാർ സമർപ്പണം നിർവഹിച്ചു. അപ്പോൾ അതുപോലെ തന്നെ വിശേഷാലയുള്ള ഹോമാചാരത്തോട് കൂടിയിട്ട് അഗ്നിജനനം എന്നുള്ളൊരു ക്രിയയോടുകൂടി ഒരു മഹാസുദർശന ഹോമം തന്നെ നടത്തി. ആ സുദർശനത്തിൻ്റെ ആ ഹോമാഗ്നി എടുത്ത് ആ അഗ്നി സ്ഥാപിക്കണമെന്നാണ് നമ്മളപ്പോൾ വിചാരിച്ചത്. അതിപ്പോൾ നമ്മുടെ ചിന്തയിൽ അങ്ങനെ ഒരു വരാൻ കാരണം തന്നെ ചിലപ്പോൾ അത് ഭഗവാൻ തോന്നിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അഗ്നിക്ക് അങ്ങനെ വിശേഷത ചിലപ്പോൾ ഉണ്ടാകില്ലായിരിക്കും.
അപ്പോൾ അത് പ്രകാരം തന്നെ ഒരു ഗർഭസ്ഥ ശിശു ജനിക്കുമ്പോൾ എപ്രകാരമാണോ ആ ഒരു ശിശുവിൻ്റെ ചടങ്ങുകൾ നമ്മൾ ചെയ്യുന്നത്. നമുക്കിടയിൽ അങ്ങനെ പൂർണ്ണമായിട്ട് എല്ലാ ചടങ്ങുകളും ഇല്ല. നമ്മളുടെ ഇടയിൽ നടത്തി വരുന്ന 28, 90 അങ്ങനെയുള്ള കുറച്ച് ചടങ്ങുകൾ മാത്രമേ നമ്മൾ കണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ഒരു 16 സംസ്കാരങ്ങൾ, പൂണൂല് ധരിക്കുക എന്നുള്ളൊരു ഉപനയനം എന്ന് പറഞ്ഞൊരു സംസ്കാരം തുടങ്ങി 16 സംസ്കാരങ്ങൾ ഏതൊരു വ്യക്തിക്കും ചെയ്യണതാണ്. ഏറ്റവും അവസാനത്തെ കർമ്മമാണ് അന്ത്യേഷ്ടി, അതായത് നമ്മുടെ മരണ സമയത്ത് ചെയ്യുന്ന കർമ്മം. അപ്പോൾ അത് ഓരോ ദേവതയ്ക്കും വിശേഷമാണ്, വ്യത്യസ്തമാണ്. ഇപ്പോൾ ശിവനാണ് 16 ക്രിയകളും, അതായത് ഷോഡശ ക്രിയകളിലെ 16 ക്രിയകളും വരുന്നത് പരമശിവന് മാത്രമാണ്. മേൽശാന്തി ഹരികൃഷ്ണൻ മഹാസുദർശന ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രജിത് കുമാർ, മോഹനൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പുത്തഞ്ചിറയിലെ 4 കുടുംബങ്ങൾ. പുത്തഞ്ചിറ കൃഷിഭവന് സമീപമുള്ള വീട്ടുകാരാണ് ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. ചാലക്കുടി നഗരത്തിൽ പുലി ഇറങ്ങി. സൗത്ത് ജംഗ്ഷനിൽ നിന്ന് 150 മീറ്റർ മാറി ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ണമ്പുഴ അമ്പലം റോഡിലാണ് പുലിയെ കണ്ടത്. നന്ദിപുരത്ത് കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നന്ദിപുരം വെളിയത്തുപറമ്പിൽ രാജന്റെ മകൻ 25 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.